നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാകട്ടെ. എന്തായാലും മഴ തോരാതെ അങ്ങനെ പെയ്യുകയാണ്. വീടിന് ചുറ്റും താഴാതെ നിൽക്കുന്ന വെള്ളത്തോടൊപ്പം നിൽക്കുന്നുണ്ട് ആശങ്കയും. അല്പമൊന്ന് കരുതിയിരിക്കൂ, മഴ മാറാൻ ഇനി 2 ദിവസം കൂടി എടുക്കും. വേണ്ട മുൻകരുതലെടുക്കൂ, സുരക്ഷിതരായിരിക്കും. വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാലവർഷം സജീവമാക്കി കൂടുതൽ ചക്രവാത ചുഴികൾ. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിലും മലബാറിലും മഴ കനക്കും. കോട്ടയം, തിരുവല്ല, കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തുറക്കുന്നു. ഇറാൻ ഒമാൻ ചർച്ച അന്തിമഘട്ടത്തിൽ. പാത കൈകാര്യം ചെയ്യുക ഇരു രാജ്യങ്ങളും മാത്രം. ഇറാന് മേൽക്കൈ നൽകുന്ന താൽക്കാലിക പാത അംഗീകരിക്കില്ല എന്ന് അമേരിക്ക. FCRA ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. മണ്ഡല പുനർനിർണയ ബില്ലിനായി സമ്മേളനം നീട്ടില്ല. ജനകീയ വിഷയങ്ങളിന്മേലുള്ള യുവജന പ്രക്ഷോഭത്തിന്റെ രൂപരേഖ CJP ഇന്ന് പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേക കാർഷിക ബജറ്റ്. പ്രാദേശിക കാർഷിക സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി. കേരള സർക്കാർ നിസ്സംഗത ഉപേക്ഷിക്കണമെന്ന ആവശ്യം. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തിരിച്ചടി. സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലെന്ന് ഉടമകൾ. പലരും കടക്കിണിയിൽ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. ആണവായുധങ്ങളുടെ ദുരന്തമുഖം ഓർമ്മിപ്പിച്ച് ഹിരോഷിമ ദിനം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കറുത്ത ദിനത്തിന് 81 വർഷം തികയുന്നു. ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ഇന്നും ഏറ്റുവാങ്ങി ജപ്പാൻ ജനത. സംസ്ഥാനത്ത് മഴ അങ്ങനെ തോരാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആദ്യത്തെ വാർത്തയും മഴയെ സംബന്ധിച്ച് തന്നെയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയുമൊക്കെ ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മധ്യ കേരളത്തിലും മലബാറിലുമൊക്കെ മഴയുടെ തീവ്രതയുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. നാളെയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അലർട്ടിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാൻ അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ പലയിടത്തും മുന്നറിയിപ്പുണ്ട്. എവിടെയൊക്കെയാണ് അലേർട്ട് ഉള്ളത്, എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇന്ന് എവിടെയൊക്കെയാണ് അവധിയുള്ളത്, മൊത്തത്തിൽ മുന്നറിയിപ്പിൻ്റെ ഒരു വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. അലർട്ട്, അതായത് എല്ലാ ജില്ലകളിലും ഇന്നും നാളെയും അലർട്ട് ഉണ്ട് എന്നതാണ്, മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ മഴ മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഈ 2 ജില്ലകളിലും മുന്നറിയിപ്പിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതായത് ഒരു ശാന്തമായൊരു കാലാവസ്ഥ, ഒരു പച്ച മുന്നറിയിപ്പൊക്കെ ആയിരുന്നു, പച്ചയായിരുന്നു. അതായത് പച്ച എന്ന് പറയുമ്പോൾ അതൊരിക്കലും മഴയുടെ മുന്നറിയിപ്പല്ല. പക്ഷേ രാത്രി ഇന്ന് രാവിലെ ബുള്ളറ്റിൻ വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെയാകും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതുക്കിയ ബുള്ളറ്റിൻ വരിക. പക്ഷേ രാത്രി ഏറ്റവും ഒടുവിൽ വന്ന ബുള്ളറ്റിൻ പ്രകാരം മുഴുവൻ ജില്ലകളിലും, അതായത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴയുടെ മുന്നറിയിപ്പുണ്ട്. ഈ മഴ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ അത് റെഡ് അലർട്ടിലേക്ക് പോകുന്നില്ല. അതേസമയം ഓറഞ്ച് അലർട്ട് ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഈ രീതിയിൽ അലർട്ടുകൾ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും ശക്തമായ മഴ. ഞായറാഴ്ച വരെയും മഴയുണ്ട്. പക്ഷേ ഇന്നും നാളെയും കനത്ത ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിലാണ് മഴ മുന്നറിയിപ്പിൽ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച ബുള്ളറ്റിൻ പ്രകാരം പറയുന്നത്. ഇതിൽ മധ്യ കേരളത്തിലും മലബാർ മേഖലയിലുമാണ് മുന്നറിയിപ്പ്. അതായത് തീവ്രമായ മഴയുടെ ഒരു മുന്നറിയിപ്പുള്ളത് മധ്യമേഖലയിലും മലബാർ മേഖലയിലുമാണ്. ഈ മധ്യകേരളത്തിലും മലബാർ മേഖലയിലും തീവ്രമായ മഴ പറയുമ്പോൾ അത് റെഡ് അലർട്ടിലോട്ട് വരുന്നില്ല, പക്ഷേ ഓറഞ്ച് അലർട്ട് തന്നെയാണ്. എങ്കിൽ പോലും കനത്ത ജാഗ്രതയാണ് ഈ ജില്ലകളിലൊക്കെ തന്നെയും പറയുന്നത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുള്ളതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് മാറുന്നില്ല. മാത്രമല്ല ഇന്നിപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് മാറിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പലയിടത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു ആശ്വാസകരമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ. അതിനുശേഷം ഇനി മുന്നറിയിപ്പിലൊക്കെ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല.
നിലവിൽ മധ്യ കേരളത്തിലെ മലബാർ മേഖലയിലുമാണ് 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പറയുന്നത്. കാസർഗോഡ്, വയനാട്, കണ്ണൂർ, പാലക്കാട്, ഒപ്പം തന്നെ ഈ എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്, മധ്യ കേരളത്തിലാണ്, ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെയാണ് 7 ജില്ലകളിൽ മഴയുടെ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. നാളെ 4 ജില്ലകളിലാണ് അലർട്ടുള്ളത്. അതോടൊപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിൽ, നദികളിലൊക്കെ തന്നെ ഈ ശക്തമായ മഴ ഇത് 4 ദിവസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നദിയിലൊക്കെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവർ മാറി നിൽക്കണമെന്നുള്ള കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇനിയുള്ള ഈ 2 ദിവസം, ഇന്നും നാളെയും ശക്തമായ മഴയുടെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും, കാരണം ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയുള്ള ഒരു മഴയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഈ ശക്തമായ കാറ്റ് വരുമ്പോൾ നദീമേഖലയിലോടൊപ്പം തന്നെയും തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയാണ്. മത്സ്യബന്ധനത്തിലുള്ള വിലക്ക്, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുന്ന വിലക്കിൽ ഒരു മാറ്റവുമില്ല. ആ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ലക്ഷദ്വീപ് പ്രദേശങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഇനി ഒരു 2-3 ദിവസത്തേക്ക് മാറി നിൽക്കണമെന്ന് തന്നെയുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, അത് എല്ലാ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തീരദേശങ്ങളിൽ മുന്നറിയിപ്പില്ലാത്ത തെക്കൻ ജില്ലകളിലാണെങ്കിൽ കൂടി തീരപ്രദേശങ്ങളിൽ എപ്പോഴും ഒരു കടലാക്രമണത്തിൻ്റെയൊക്കെ ഒരു സാധ്യത ഇപ്പോഴുമുണ്ട്. ഈ പ്രവചനത്തിൽ അത് പറയുന്നുണ്ട്. അവർ കനത്ത ജാഗ്രതയാണ്. മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഈ മുന്നറിയിപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെയും നേരത്തെ സൂചിപ്പിച്ച പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വരാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവിടെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർക്ക്, അതായത് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം എന്ന രീതിയിലാണ് ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം, അതത് സംഘടനകളും ഒക്കെ തന്നെ വളരെ കൃത്യമായി, സർക്കാർ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ജില്ലാ കളക്ടർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സമയവും എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ രീതിയിലും വിലയിരുത്തലുകളും ഒരു കൃത്യമായി തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള പ്രദേശമായിരുന്ന പത്തനംതിട്ട, ആലപ്പുഴ, അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ നേരിട്ട് വിലയിരുത്തൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എം ലിജു അടക്കമുള്ളവർ ആലപ്പുഴ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് ഏകോപന പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങൾ വലിയ രീതിയിൽ തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും മുന്നറിയിപ്പ് ഓരോ 3 മണിക്കൂർ ഇടവിട്ടാണ്, നമുക്കറിയാം, മുന്നറിയിപ്പോൾ മാറി മാറി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് പ്രകാരം മഴ ഈ 2 ദിവസവും മഴയുടെ തീവ്രത അല്പം കുറയുമെങ്കിൽ പോലും മഴ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ഞായറാഴ്ച വഴി ചക്രവാത ചുഴി ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഞായറാഴ്ച വഴിയുള്ള മഴ അതേ രീതിയിൽ തന്നെ തുടരും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ ഒരു മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ടിന് സമാനമായ ഒരു സാഹചര്യം ഇല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ കാറ്റ്, ഇടിമിന്നൽ ഒക്കെ തന്നെയും അതേ രീതിയിൽ തന്നെ അതിനുള്ള സാധ്യത മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ശരി അൻഫിൽട്ട്, എന്തായാലും നമ്മൾ പ്രശാന്ത് ജോസഫിലേക്കും, കോട്ടയത്തു നിന്നാണ് പ്രശാന്ത് ചേരുന്നത്, ഒപ്പം തന്നെ രേഷ്മ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്തിലേക്ക് ആദ്യം പോവുകയാണ്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ കോട്ടയത്ത് പലയിടങ്ങളിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ആ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് താഴുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ആശ്വാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അപകടകരമായ നിലയിലായിരുന്നു ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്നത്. പലയിടങ്ങളിലും 2018 പ്രളയ സമയത്തെ ജലനിരപ്പിനൊപ്പം തന്നെ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതേസമയം തന്നെ കിഴക്കൻ മേഖലയിൽ വലിയ തോതിൽ മഴ തുടരുകയും ചെയ്തിരുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അത്തരമൊരു ചിന്തയിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 36 മണിക്കൂറിനിടെ വലിയ അതിതീവ്രമായ മഴ ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് ഇന്നലെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. കിഴക്കൻ മേഖലകളിലെ റോഡുകളിലെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വെള്ളക്കെട്ട് നീങ്ങി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ മൂലവും ഉരുൾപൊട്ടൽ മൂലവും റോഡുകൾ തകർന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാനും അതേപോലെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അതേസമയം ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി നിലനിൽക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ തന്നെയാണ്. കാരണം ഈ
ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ഈ 36 മണിക്കൂറിനിടയിൽ അതിതീവ്ര മഴ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ 36 മണിക്കൂറിനിടയിൽ ജലനിരപ്പ് ഏകദേശം 3.5 അടി മാത്രമാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ താഴ്ന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ജലനിരപ്പ് ഉയർന്നതിനേക്കാൾ പതിയെയാണ് ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഇപ്പോഴും താലൂക്കിലെ നിരവധി ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയം നഗരസഭ, ഏറ്റുമാനൂർ നഗരസഭ, അതേപോലെ തന്നെ ആർപ്പൂക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പരിധികളിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. നിരവധി വാർഡുകളിലായി ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലാണ്. ഇപ്പോഴും ക്യാമ്പുകളിലായി 150 ക്യാമ്പുകളിലായി 9700-ൽ പരം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിൽ 4000-ൽ പരം പുരുഷന്മാരും 4000-ൽ പരം സ്ത്രീകളും 1500-ഓളം കുട്ടികളുമുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അതിലേറെ ആളുകൾ ഈ പ്രളയബാധിത മേഖലകളിൽ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ജലനിരപ്പ് താഴുന്നതനുസരിച്ച് ഈ ആളുകളുടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണമൊക്കെ കുറയും. എന്നാൽ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം വീടുകളിലെ സ്ഥിതി നിലവിൽ എന്താണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അവിടെ വിഷജന്തുക്കൾ അല്ലെങ്കിൽ അത്ര ക്ഷുദ്രജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വീടുകളിലേക്ക് എത്തുമ്പോൾ വീടുകളിലെ ഗൃഹോപകരണങ്ങളെ, പ്രത്യേകിച്ച് വൈദ്യുതോപകരണങ്ങളുടെയൊക്കെ സ്ഥിതി പരിതാപകരമായിരിക്കും. പലപ്പോഴും അപകടകരമായ സാഹചര്യം ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി പലരും ഓഫാക്കിയിട്ടാണ് പോകുന്നത്. മടങ്ങിയെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമ്പോഴൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇഴജന്തുക്കളുടെയും മറ്റേയും സാന്നിധ്യം അത് പരിശോധിച്ച ശേഷം മാത്രമേ വീടുകളിലേക്കൊക്കെ കയറാൻ കഴിയുള്ളൂ. വീടുകളിൻ്റെ പരിസരങ്ങളിലും വീടിന് മുകളിലുമൊക്കെ പലപ്പോഴും ഇഴജന്തുക്കൾ ഈ മഴയുടെ സാഹചര്യങ്ങളിൽ കയറിയിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. എന്നാൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിരുന്നു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള ക്യാമ്പുകളിൽ ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, ശുദ്ധജലം എല്ലാം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ഏതാനും ചില ക്യാമ്പുകളിൽ ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ജില്ലയിലില്ല. എന്നാൽ ജാഗ്രത തുടരുകയാണ്. അൻഫലിറ്റ് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുന്നു. ഞായറാഴ്ച വരെ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. എന്നാൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴകൾ തമ്മിലുള്ള ഇടവേളകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം തന്നെയാണ്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ഇനി മലബാർ മേഖലയിലെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, അവിടെ മഴക്കെടുതി ഇപ്പോഴും തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നലെ മുതൽ മഴയ്ക്ക് മലബാറിൽ ഒരു ശമനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ 800ഓളം പേർ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നമുക്കറിയാം ഇന്നലെ രാത്രി മാത്രമാണ് മഴ പെയ്തിരുന്നത്. അതിന് തൊട്ട് മുന്നേ മഴ മാറി നിന്നതിനാൽ തന്നെ ഈ റൂറൽ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖലയിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഈ മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുകയായിരുന്നു സന്നദ്ധ സേവന പ്രവർത്തകർ. കോഴിക്കോട്, കണ്ണാടിക്കൽ, കക്കോടി ഈ മേഖലയിലായിരുന്നു രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നത്. ഈ മേഖലയിൽ സന്നദ്ധ സേവന പ്രവർത്തകർ ഇറങ്ങി വീട് ശുചീകരണത്തിലുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. എങ്കിൽ പോലും വീട്ടിലേക്ക് പൂർണ്ണമായി മാറാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി പേരാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. ഇന്ന് ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ ഈ ക്യാമ്പ് തുടരുന്നവരെ ഈ സ്കൂളുകൾക്ക് ഇവിടെ അവധിയായിരിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴ ശക്തമാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നിലവിൽ ഈ കെടുതിയുള്ള പ്രദേശങ്ങളിൽ സന്നദ്ധ സേവന പ്രവർത്തകർ ഉൾപ്പെടെ ഇറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കണ്ണാടിക്കൽ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഈ മേഖലയിലുള്ളവർക്ക് എല്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ചിലർ ബന്ധുവീടിലേക്ക് ഉൾപ്പെടെയായിരുന്നു മാറിയിരുന്നത്. ഈ മേഖലയിൽ വൈദ്യുതി കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായി വൈദ്യുതി ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കടുത്ത ദുരിതത്തിലായിരുന്നു. സ്കൂളിൽ പോകാനാവാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലുമായിരുന്നു. ഇവിടെ ഉൾപ്പെടെ ഇന്ന് ഉൾപ്പെടെ വീട്ടിലേക്ക് മടങ്ങാനാവുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഉൾപ്പെടെ നടമൽ എന്ന പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടായിരുന്നു രൂപപ്പെട്ടിരുന്നത്. 2 ആൾ പൊക്കത്തിലായിരുന്നു ഇവിടെ വെള്ളമുണ്ടായിരുന്നത്. ഇവിടെ തോണി സർവീസ് പോലും ഇല്ലാത്ത മേഖലയാണ്. ഈ മേഖലയിലും ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. എങ്കിൽ പോലും ഉടൻ തന്നെ വീട്ടിലേക്ക് മാറാനാവില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ മേഖലയിലുണ്ട്. നിലവിൽ മഴ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നു വരികയാണ്. ശരി രേഷ്മ, എന്തായാലും
നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയൊക്കെയാണ് മഴയുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അൻഫിൽ ഡിസൂസയും പ്രശാന്ത് ജോസും അതുപോലെ തന്നെ രേഷ്മയും. എന്തായാലും ഈ ചെറിയൊരു മഴ കാരണം, ചെറിയ മഴ എന്നല്ല, ഈ ഒരു തോരാതെ പെയ്യുന്ന മഴ കാരണം ഒരുപാട് ആളുകളുടെ ജീവിതമാണ് ഇങ്ങനെ ദുരിതത്തിലായിരിക്കുന്നത്. മഴക്കെടുതികൾക്കൊപ്പം തൊഴിലുമില്ലാതെ ദുരിതത്തിലാണ് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടായത് മുതൽ ഇവർക്ക് പണിയും കൂലിയും ഒക്കെ ഇല്ലാതായി. ആഹാരത്തിനും മരുന്നിനും വേണ്ട പണം പോലും കണ്ടെത്താനാകാതെ പ്രത്യേക സഹായം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. 4 ദിവസമായി തുടരുന്ന കനത്ത മഴ, പിന്നാലെ വെള്ളപ്പൊക്കവും വീടിന് വെളിയിലിറങ്ങാൻ കഴിയാതായതോടെ കൂലിപ്പണിക്കാരായ നിരവധി പേർക്ക് ഉപജീവനം പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയവർക്ക് ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട്. എന്നാൽ വീട്ടിലുള്ള പ്രായമായവരും കിടപ്പ് രോഗികളുമായ അച്ഛനമ്മമാരെയും കൊണ്ട് ക്യാമ്പിലേക്ക് പോകാൻ കഴിയാത്തവരും നിരവധിയാണ്. എനിക്ക് കൂലിപ്പണിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി നിർത്തി വീട്ടിൽ വന്നിരിക്കുന്നത്. ഇതുവരെ ഇത്ര നേരം വരെ ഇനി ഒരു ആഴ്ച ഫുൾ പണിക്ക് പോക്ക് നടക്കത്തില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം. ഞാനൊരാളെ ഉള്ളൂ പണിക്ക് പോകാനുള്ളത്. ഭാര്യ വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് കൊച്ചു പിള്ളേരുണ്ട്. വെള്ളപ്പൊക്കത്തെയാണ് വെള്ളപ്പൊക്കം വന്നതോടുകൂടിയാണ് നമ്മുടെ പരിപാടികളെല്ലാം ബ്ലോക്കായി പോയിരിക്കുന്നത്. പശു വളർത്തുകാരും ഇങ്ങനെയുള്ള ഓരോ പരിപാടി ചെയ്ത് കൂലിപ്പണി ചെയ്താണ് എല്ലാ ആൾക്കാരും കഴിയും. ആർക്കും ഒരു പരിപാടിക്കും പോകാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ രാവിലെ തൊട്ട് ചുമ്മാ അവിടെ കുത്തിയിരിക്കും, ഒരു വീശുവലിയായിട്ട് ഇരിക്കും, വീശുക, മീൻ പിടിക്കുക, അതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളല്ല, വേറെ പരിപാടികളൊന്നുമില്ല. ഈ വെള്ളം ഇറങ്ങിയാലും ഒരു 4-5 ദിവസം കഴിയാതെ ഒരു പരിപാടി നടക്കത്തില്ല. 10 ദിവസം എടുക്കും. മഴ മാറി ആകാശം തെളിഞ്ഞു. പക്ഷേ പ്രളയബാധിത മേഖലകളിൽ എല്ലാം പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. ഇത്രയും ദിവസങ്ങൾ കൂടി എങ്ങനെ കുടുംബം പോറ്റും എന്ന സങ്കടത്തിലാണ് പല നിർധന കുടുംബങ്ങളിലെയും അത്താണികൾ. സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളവർ. സാമ്പത്തികപരമായിട്ടാണ് ക്യാമ്പുകളിൽ കിടക്കുന്നവർക്ക് അവർക്ക് അതിൻ്റേതായ കാര്യം കിട്ടും. വീട്ടിൽ ഇരിക്കുന്ന പോലെ അതിലും പട്ടിണിയാണ്. വീട് നോക്കിയില്ലെങ്കിൽ അവിടെയുള്ള മൃഗങ്ങളും മറ്റ് പക്ഷി മൃഗാദികളും ഒക്കെ രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവരും ജീവജാലങ്ങളാണ്. അവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള വിധവകളും വികലാംഗരും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നവരും രോഗികളുമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാനും സാമ്പത്തികപരമായിട്ട് സഹായിക്കാനും ഈ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇവിടെയുള്ള നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഇവിടെ സംരക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മഴക്കെടുതിയിൽ ഉപജീവനം ഇല്ലാതായവർക്ക് സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ പ്രത്യേക സഹായം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതോടൊപ്പം കൂടുതൽ ദിവസങ്ങൾ വെള്ളത്തിലായ വീടുകൾക്ക് അധിക സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ ദുരിതങ്ങൾ പലപ്പോഴും വാക്കുകൾക്കും ഈ കാണുന്ന ദൃശ്യങ്ങൾക്കുമൊക്കെ അപ്പുറമാണ്. കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ കുടുംബം പട്ടിണിയിലായ നിരവധി ആളുകളുണ്ട്. ഇവരെയൊക്കെ സഹായിക്കാൻ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും രംഗത്ത് വരണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കോട്ടയം ഐമനത്തു നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. പ്രശാന്ത് പറഞ്ഞതുപോലെ പലരുടെയും കാര്യം നമ്മൾ അറിയുന്നില്ല. അതിൽ അല്പം ആളുകളുടെ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നാമമാത്രമായ ആളുകളുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഇതിന് പിന്നാലെ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും മഴയ്ക്ക് പിന്നാലെ കടൽ കൂടി പ്രക്ഷുബ്ധമായതോടെ വീട് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആലപ്പുഴ പുറക്കാട് സ്വദേശി അനീഷും കുടുംബവും. കടൽ കലിതുള്ളിയെത്തിയതോടെ വീട് നഷ്ടപ്പെട്ട് ക്യാമ്പിൽ അഭയം തേടിയ ഇവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ അനീഷും കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ അവസ്ഥയാണ്. കെട്ടുതാലി വിറ്റ് കെട്ടിപ്പൊക്കിയ സ്വപ്നത്തിൻ്റെ ചുവരുകളായിരുന്നു. ശാന്തമായി മാത്രം എത്തിയിരുന്ന തിരമാലകൾ പലതവണ കരതൊട്ടെങ്കിലും കലുതുള്ളിയെത്തില്ല എന്ന വിശ്വാസമായിരുന്നു അവർക്ക്. അധികാരികൾ എന്നോ കൈയൊഴിഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് ഒടുവിൽ കടലും കനിവ് തെല്ലില്ലാതെ ഇരച്ചെത്തി. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ സ്വപ്നങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് 5 പവൻ്റെ സ്വർണം വെറ്റാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ക്യാമ്പ് പിരിച്ചു വിടുമ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വന്ന് കിടക്കാൻ പറ്റത്തില്ല. അമ്പലപ്പുഴ പുറക്കാട് സ്വദേശി അനീഷിൻ്റെ വീടാണ് കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തെ തുടർന്ന് നിലം പതിച്ചത്. പ്രായമായ അച്ഛനും അമ്മയും കുട്ടികളും ഉൾപ്പെടെ 6 പേരടങ്ങുന്ന കുടുംബം ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ തണലിലാണ് അന്തി ഉറങ്ങുന്നത്. പുലിമുട്ടോ സംരക്ഷണ ഭിത്തിയോ വേണമെന്ന ആവശ്യം പലകുറി അധികാരികളെ അറിയിച്ചതാണ്. എന്നാൽ മതിയായ നീളത്തിലും കൃത്യമായ അകലത്തിലും പുലിമുട്ടുകൾ നിർമ്മിക്കാഞ്ഞതാണ് മറ്റൊരു കടൽക്ഷോഭത്തിന് കൂടി കാരണമായത്. ഇതോടെ ഇല്ലാതായതാകട്ടെ ഒരു കുടുംബത്തിൻ്റെ ചിരകാല സ്വപ്നവും. ഇനി ഇവർക്ക് വേണ്ടത് അന്തി ഉറങ്ങാൻ ഒരു പിടി മണ്ണും ഒരു കിടപ്പാടവുമാണ്. തീരദേശ ജനതയുടെ തീരാ നൊമ്പരമാണിത്. കടല് കലിതുള്ളി കരയിലേക്ക് എത്തുമ്പോൾ തകരുന്നത് കിടപ്പാടങ്ങളോടൊപ്പം ഇവരുടെ ജീവിത സ്വപ്നങ്ങൾ കൂടിയാണ്. ആർ ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.
ഈ തീരദേശത്തുള്ളവർക്ക് കടൽക്ഷോഭമാണ് ഭീഷണിയെങ്കിൽ അല്ലെങ്കിൽ ആശങ്കയെങ്കിൽ ഈ മലയോര മേഖലകളിലുള്ളവർക്കാണെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് ഉരുൾപൊട്ടലാണ്. പത്തനംതിട്ട കൊക്കാത്തോട് നെല്ലിക്കപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിൽ നിന്ന് പ്രദേശവാസികൾ ഇതുവരെ മുക്തരായിട്ടില്ല. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പ്രദേശത്ത് ഉരുൾപൊട്ടി ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണു. 5ഓളം കുടുംബങ്ങളാണ് പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. രണ്ട് വീടുകൾക്ക് തൊട്ടുനടുവിലൂടെയാണ് പ്രകൃതിയുടെ ഈ താണ്ഡവം കുതിച്ചെത്തിയത്. ദുരന്തത്തിന്റെ ശക്തിയിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. കൂടൊലിച്ചു പോയെങ്കിലും വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊക്കെ വന്ന് നമ്മൾ നോക്കി നിൽക്കും, നമുക്ക് ലക്ഷ്യമില്ല. ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ വീടിന്റെ മേളിൽ കൂടാണ് വരുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും ഞാനും കൂടെ അവിടെ നിന്നു കഴിഞ്ഞപ്പം അപ്പം ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഈ വീടിന് കുഴപ്പം അങ്ങോട്ട് കാണുന്നില്ല. അപ്പോഴത്തേനും കുറേ കഴിഞ്ഞ് മുറ്റത്തോട്ടിറങ്ങി ഞാൻ വിളിച്ചു, പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞെടി അവിടെ വല്ലതും സംഭവിച്ചോ? ഇല്ലക്ക ഇവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പിന്നെ വീട്ടിലോട്ട് കയറി വന്നു. അവിടെ ഒത്തിരി നേരം അവർക്ക് വയ്യാതെ വന്നതാ. രണ്ടുപേർക്കും വയ്യാതെ അങ്ങായിപ്പോയി. ഇതെല്ലാം കൂടെ കണ്ട് അപ്പോൾ ഇവർ കിടക്കുമല്ലേ, എഴുന്നേറ്റ് വന്നു. അവർക്ക് പേടിയായിപ്പോയി, ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങൾക്ക് അതിലും പേടി. എനിക്ക് കാല് ഉറച്ചിട്ട് നിന്ന് കാര്യം പറയാൻ അവരോടും വയ്യാതെ പോയി. അങ്ങനെ സംഭവം രാവിലെ 5:45 ഞങ്ങൾ ഈ സംഭവം ഈ വശവാ ശരിക്കും കാണുന്നത്. 5:45 കാണുന്നത്. ഇതുവരെ സഹായമായിട്ട് യാതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട്, അപേക്ഷ കൊടുക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്നിപ്പോൾ അവർ വില്ലേജിൽ പോയേക്കുവാ. ഇനിയിപ്പോൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് വല്ലതും കിട്ടിയ ഭാഗ്യം. ഇല്ലെന്നൊരു ഇപ്പോൾ ഇതിനകത്ത് ഇനിയും വേറെ കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അടി മൊത്തം പാറയായിട്ട് ഇരിക്കുകയല്ലേ. ദുരന്തത്തിന് പിന്നാലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും മരച്ചില്ലകളും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ടായിരുന്നു, അല്ലാതെ ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സഹായങ്ങളൊക്കെ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കണം. എം എൽ എ 2 ദിവസം ഇന്നലെ MLA അവിടെ വന്നിട്ടുണ്ടായിരുന്നു. MLA വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടിട്ട് പോയിട്ടുണ്ട്. വൻതോതിലുള്ള കൃഷിനാശമാണ് പ്രദേശത്തുണ്ടായത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. തുടർച്ചയായ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നെല്ലിക്കപ്പാറയിൽ ഇപ്പോഴും ഭീതിയുടെ നിഴൽ പടർന്നു നിൽക്കുകയാണ്. അതിഭീകര ശബ്ദം കേട്ടാണ് പുലർച്ചെ നെല്ലിക്കപ്പാറ നിവാസികൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. പിന്നീട് കണ്ട കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 2 വീടുകൾക്കിടയിലൂടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കുത്തിയൊലിച്ചു പോയത്. ഇനിയിപ്പോൾ അവരുടെ ഉപജീവന മാർഗമൊക്കെ നഷ്ടപ്പെട്ട കുറേയധികം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ സർക്കാർ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. അതിനുള്ള ഓട്ടത്തിലാണ് ഇനിയിപ്പോൾ അവർ. ക്യാമറമാൻ രതീഷ് മഡ്ബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി പാർലമെന്റിൽ നിന്നുള്ള വാർത്തകളാണ്. FCRA നിയമ ഭേദഗതി ബില്ല് ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. അതേസമയം മണ്ഡല പുനർനിർണയ ബില്ലിനായി പാർലമെന്റ് സമ്മേളനം നീട്ടില്ല എന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലിനോട് പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്, അത് പാസ്സാക്കാൻ ഉള്ളൊരു സഹകരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും ശക്തമായൊരു പ്രതിഷേധം തന്നെ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി ഇന്നും പാർലമെന്റിനകത്തും ഒപ്പം പാർലമെന്റ് വളപ്പിലും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ മുന്നണി യോഗത്തിലും അത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം നിർണായകമായ ബില്ലുകൾ കൂടി പാർലമെന്റിൽ വരുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല് രാജ്യസഭ പാസ്സാക്കിയിരുന്നു. ആ ബില്ല് കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുമ്പ് ലോക്സഭ പാസ്സാക്കിയിരുന്നു. ഇനി സർക്കാരിന്റെ മുൻപിലുള്ള ഏറ്റവും നിർണായകമായ ഒരു ബില്ല് FCRA നിയമ ഭേദഗതി ബില്ലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കർശനമാക്കുന്ന ബില്ല്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ആ ബില്ല് സഭയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് പാസ്സാക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോയിരുന്നില്ല. നിലവിൽ വലിയ ചർച്ചയിലേക്ക് രാജ്യം ഈ ബില്ലുമായി ബന്ധപ്പെട്ട പോയിരുന്നു. ചില വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ബില്ല് വീണ്ടും പാർലമെന്റിൽ എത്തിച്ച് പാസ്സാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഈ സമ്മേളന കാലയളവിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഉദ്ദേശിക്കുന്നു. ആ ചർച്ചകൾക്ക്, ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും മറുപടി നൽകുക. ഒപ്പം മറ്റൊരു നിർണായകമായ ബില്ലെന്നുള്ളത് വനിതാ സംവരണവും മണ്ഡല പുനർനിർണയം ഒരുമിച്ച് വരുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതിന് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണം കേന്ദ്ര സർക്കാരിന് നിലവിൽ ബില്ല് പാസ്സാക്കുന്നതിന് ആവശ്യമുണ്ട്. കാരണം 3-2 ഭൂരിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിന് അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയിരുന്നു. പക്ഷേ മണ്ഡല പുനർനിർണയ ബില്ലിന്മേൽ നിലവിൽ സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇതോടുകൂടി ഈ പാർലമെന്റ് സമ്മേളനം നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്മേളനം ഈ മാസം 16 മുതൽ ചേർന്നുകൊണ്ട് മണ്ഡല പുനർനിർണയം, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു പ്രതികരണമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ 3-2 ഭൂരിപക്ഷം ലഭിക്കും എന്നൊരു ഉറപ്പ് സർക്കാരിന് ലഭിച്ചാൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും വ്യക്തമാക്കുക. ഒപ്പം അതിൽ സർക്കാരിന് പിന്തുണ ഈ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന്, അല്ലെങ്കിൽ മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന കക്ഷികളിൽ നിന്ന് കൂടി ലഭിക്കുകയാണ്. നിലവിൽ DMKയും NDAക്ക് അനുകൂലമായി, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും എന്ന പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തമിഴ്നാടിന് ദോഷകരമല്ലാത്ത തീരുമാനങ്ങളാണെങ്കിൽ, ഭേദഗതികളോടുകൂടി ബില്ലുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ BJPക്കൊപ്പം NDAക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പാർലമെന്റിൽ എടുക്കും എന്നാണ് DMKയുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിരുന്ന പാർട്ടിയാണ് തമിഴ്നാട്ടിൽ DMK. പക്ഷേ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം TVKക്ക് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ഒപ്പം നിന്നതോടുകൂടിയാണ് DMK ആ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാർലമെന്റിൽ തന്നെ പ്രത്യേക ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകി സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തത്. ആ DMK ഇപ്പോൾ NDAയോട് കൂടുതൽ അടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും നിർണായകമായ ബില്ലുകളാണ് വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല്. ജിഷ്ണു, അതുപോലെ CJPയുടെ 2 ദിവസത്തെ യോഗം അഭിജിത് ദീപ്കയുടെ വസതിയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ യോഗം അവസാനിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വ്യക്തമാക്കിയത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനില്ല, പക്ഷേ ജനകീയ വിഷയങ്ങളിൽ തുടർന്നും ഇടപെടും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തുടർ നടപടികൾ തന്നെയായിരിക്കില്ലേ ഇന്നിപ്പോൾ പ്രധാനമായും ചർച്ചയാവുക? ശ്രീജ, ഈ യോഗം കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് അഭിജിത് ദീപ്ക ഉൾപ്പെടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും നേതാക്കൾ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ തന്നെ അഭിജിത് ദീപ്ക വ്യക്തമാക്കിയത് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനുള്ള ആലോചന നിലവിലില്ല എന്നുള്ളതാണ്. കാരണം വലിയൊരു പിന്തുണ സോഷ്യൽ മീഡിയയിലും ഒപ്പം ജന്തർ മന്ദിറിൽ നടത്തിയ പ്രത്യക്ഷ സമരത്തിലും എല്ലാം തന്നെ ലഭിച്ചപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ എന്ന വലിയ ചോദ്യം ഉയർന്നിരുന്നു. അതിന് നിലവിൽ അത്തരത്തിലൊരു ആലോചന ഇല്ല എന്നുള്ളതായിരുന്നു അഭിജിത് ദീപ്ക വ്യക്തമാക്കിയത്. പകരം രാജ്യത്ത് ജനകീയ മുന്നേറ്റങ്ങളാണ് വേണ്ടത്, അതിനുള്ള ആലോചനകൾ യോഗത്തിൽ നടത്തുന്നു എന്ന പ്രതികരണം അഭിജിത് ദീപ്ക നടത്തിയിരുന്നു. ഒപ്പം ഒരു രാജ്യവ്യാപക യാത്ര നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി, ഒരു പര്യടനം നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി ഉദ്ദേശിക്കുകയാണ്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ അറിയുന്നതിനും അവരുമായി സംവദിക്കുന്നതിനും രാജ്യവ്യാപക പര്യടനം നടത്തും. ഒപ്പം ഭാവി സമര പരിപാടികൾ, ഭാവി പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകണം എന്നെല്ലാം ആലോചിക്കുന്നതിനാണ് മഹാരാഷ്ട്രയിൽ അഭിജിത് ദീപ്കയുടെ വസതിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം വക്താക്കൾ, അഭിജിത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ യോഗം ചേരുന്നത്. ഈ ജന്തർ മന്ദിറിലെ സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ, ഒപ്പം വോളണ്ടിയർമാർ, ഇവരുമായെല്ലാം തന്നെ നേരത്തെ CJP വക്താക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ യോഗം പുരോഗമിക്കുന്നത്. ശ്രീജ. ശരി ജിഷ്ണു, പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ CJPയുടെ തുടർ പരിപാടികൾ, ഇതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ജിഷ്ണു ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. എന്തായാലും നീറ്റ് പരീക്ഷാ രീതിയിൽ മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. നീറ്റ് UG പരീക്ഷ 2 ഘട്ടങ്ങളായി നടത്തുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ആലോചിക്കുന്നതായി കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ നിലവിലുള്ള OMR ഷീറ്റ് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളിലേക്ക് മാറുന്നതും പരിഗണനയിലുണ്ട്. വിഷയത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് മുംബൈയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഇന്ത്യ ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു യുണൈറ്റഡ് നേഷൻസിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലാണ് സംവാദം. രാജ്യത്തെ 100-ലധികം നഗരങ്ങളിൽ നിന്ന് 15 മുതൽ 19 വയസ്സ് വരെയുള്ള 2000-ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ ഒന്നിപ്പിക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാകും സംവാദം. മറ്റ് ദേശീയ അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയാകും.
വിജയ് സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരണത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ ഇന്ന് പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. കൃഷിമന്ത്രി ആർ വിനോദാണ് കാർഷിക ബജറ്റ് അവതരണം നടത്തുക. പ്രാദേശിക കാർഷിക സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ കർഷകരുടെ ഉന്നമനം, ജലസേചനം, കാർഷിക ഉൽപാദനക്ഷമത, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്നിവയിൽ ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. കാർഷിക കടാശ്വാസ പദ്ധതികൾ, നേരിട്ടുള്ള സംഭരണ കേന്ദ്രങ്ങളിലെ പ്രശ്നപരിഹാരം എന്നിവയിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. അതിനിടെ കാർഷിക ബജറ്റിന്റെ ഡ്രാഫ്റ്റുമായി കൃഷിമന്ത്രി തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയതിൽ വിമർശനം ശക്തമാവുകയാണ്. ബജറ്റിന്റെ കരട് രൂപം സർക്കാരിന്റെ ഔദ്യോഗിക രേഖയാണെന്നും അത് മതപരമായ ചടങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഈ ബജറ്റിലൊരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി വിജയ് സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്നുള്ളത്. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം, ആ ഒരു ബജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത ഉപേക്ഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബജറ്റ് പ്രസംഗത്തിലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. 5 അംഗ വിദഗ്ധ സമിതി അണക്കെട്ട് പരിശോധിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെ തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത ഉപേക്ഷിക്കണമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. ജനങ്ങളെ ബാധിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പുതിയ ഗവൺമെന്റ് കാണിക്കേണ്ട ചില നയങ്ങളുണ്ട്. അത് കൃത്യമായി പോകേണ്ടതുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് തന്നെ മനസ്സിലാക്കുക. അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുവാൻ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് വേണ്ടുന്ന നിയമ നടപടിയിലേക്ക് കേരളം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയുടെ മധ്യസ്ഥതയിൽ വേണമെങ്കിൽ അങ്ങനെ ആകണമെന്നുള്ളൊരു അഭിപ്രായമാണ് മുല്ലപ്പെരിയാർ സമരസമിതി കാലങ്ങളായി പറയുന്നത്. ഇത്തവണ കാലവർഷത്തിൽ പോലും മുല്ലപ്പെരിയാർ ജലനിരപ്പ് 120 അടിക്ക് മുകളിലെത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പരമാവധി വെള്ളം അണക്കെട്ടിൽ സംഭരിക്കാൻ തമിഴ്നാട് നീക്കം നടത്തുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം. ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്ന് അടച്ച ഹോർമൂസ് കടലിടുക്ക് എന്തായാലും ഭാഗികമായി തുറക്കുകയാണ്. ഇറാനും ഒമാനും കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുമെന്നാണ് സൂചന. കപ്പലുകളുടെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ടോൾ നിരക്ക് ഈടാക്കുന്നത് ഇറാനായിരിക്കും. ഇത് സംബന്ധിച്ച് ഒമാനുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതേസമയം ഹോർമൂസിൽ ഇറാന് മേൽക്കൈ അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ചർച്ച പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനമാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആ കാർത്ത ദിനത്തിന് 81 വർഷം തികയുന്നു. ഓഗസ്റ്റ് 6 അണുബോംബിന്റെ ഭീകരത ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞ ദിവസം. മറക്കാനാവാത്ത മുറിപ്പാടുകൾ നൽകിയ കറുത്ത ദിനം. പ്രാദേശിക സമയം രാവിലെ 8:15. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ നഗരം. യുദ്ധവെറിമൂത്ത അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ നിഷ്കളങ്കരായ ഒരു ജനതയ്ക്കുമേൽ നടത്തിയ അതിക്രൂരമായ ആക്രമണം. എനോള ഗേ B-29 ബോംബർ വിമാനത്തിൽ നിന്ന് അമേരിക്ക വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ പൊലിഞ്ഞത് 1.5 ലക്ഷത്തോളം ജീവനുകൾ. 3.5 ലക്ഷം ജനസംഖ്യ വരുന്ന നഗരത്തിലെ പകുതി പേരും നിമിഷാർത്ഥത്തിൽ ഛിന്ന ഭിന്നമായി. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNTയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു. ആ നിമിഷത്തെ സാക്ഷികൾ വിവരിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു നിന്നു പോകും. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ നഗരം വെട്ടിത്തിളങ്ങി. അന്തരീക്ഷ ഊഷ്മാവ് 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. പർവ്വത സമാനമായ പുക 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. യോദോ നദി തിളച്ചുമറിഞ്ഞു. നദിയിൽ ചാടിയവർ വെന്തു മരിച്ചു. 37,000-ഓളം പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. ഉരുകിവീണ തൊലിയും മാംസവുമായി ഒരിറ്റാശ്വാസത്തിനായി അവർ തിളച്ചുമറിയുന്ന പുഴകളിലും കിണറുകളിലും എടുത്തു ചാടി. അതിനപ്പുറത്തേക്ക് ആ ദുരന്ത നിമിഷങ്ങളുടെ വർണ്ണന കേട്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. ആണവ പ്രസരണം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. 80 വർഷങ്ങൾക്ക് ശേഷവും ലോകം ആ നടുക്കുന്ന ഓർമ്മകൾ പേറുന്നു.
അണുബോംബ് വർഷമുണ്ടാക്കിയ ആരോഗ്യപരവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഇന്നും ആ ജനതയെ വേട്ടയാടുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ കുട്ടികൾ ജനിതക വൈകല്യങ്ങളോടെയാണ് ജനിക്കുന്നതെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ രണ്ടു ചേരിയായി നിന്ന് 1939 മുതൽ 45 വരെ നടത്തിയ രണ്ടാം ലോകയുദ്ധത്തിന്റെ ഏറ്റവും വിനാശകരമായ നിമിഷമായിരുന്നു ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷം. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. പിന്നീട് ജർമ്മനി മെയ് 8 നിരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ഹിരോഷിമയിൽ ബോംബിട്ടതിനു പിന്നാലെ ജപ്പാൻ കീഴടങ്ങുമെന്ന് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. അതോടെ രണ്ടാമതും ജപ്പാനെതിരെ അണുബോംബ് പ്രയോഗിക്കാൻ തീരുമാനമായി. ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് നാഗസാക്കിയിൽ ഉഗ്ര സ്ഫോടനശേഷിയുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബ് പതിച്ചു. ഒടുവിൽ ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങി. ലോക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ദിനങ്ങളിലൊന്നാണ് ഓഗസ്റ്റ് 6. മനുഷ്യരാശിക്കുമേൽ യുദ്ധവും ആണവായുധ പ്രയോഗങ്ങളും ഏൽപ്പിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇന്നും ഹിരോഷിമ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം മനുഷ്യനെയും മനുഷ്യരാശിയെയും കാലങ്ങളോളം വേട്ടയാടുന്നതിന്റെ എക്കാലത്തെയും വലിയ ഉദാഹരണം കൂടിയാണ് ഹിരോഷിമ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മലയാളികളാണെങ്കിൽ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ വിലയാണെങ്കിൽ അങ്ങനെ കുതിച്ചുയരുകയാണ്. ഈ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം ഹോട്ടൽ മേഖലകളെ തകർക്കുന്നു എന്നാണ് തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമകളുടെ പരാതി. ഭക്ഷ്യസാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് ഹോട്ടലിലെ വില കൂട്ടാനാകുന്നില്ല എന്നും പലപ്പോഴും വലിയ നഷ്ടം സംഭവിക്കുകയാണെന്നും പലരും കടക്കണിയിലാണെന്നുമൊക്കെ ഹോട്ടൽ ഉടമകൾ പരാതി പറയുന്നു. വില വർധനയ്ക്കൊപ്പം അരി, പച്ചക്കറി, എണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്ക് കൂടി വില വർദ്ധിച്ചതോടെ നഷ്ടക്കച്ചവടം നടത്തേണ്ട ഗതിയിലാണ് തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമകൾ. ഭക്ഷണ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് ഹോട്ടൽ ബില്ല് വർദ്ധിപ്പിക്കാനാകാത്ത സാഹചര്യമാണെന്നും വർഷങ്ങളായി ഹോട്ടൽ നടത്തുന്നവർ വരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇടത്തരം ഹോട്ടൽ ജീവനക്കാരെ വിലക്കയറ്റം കടക്കണിയിലാക്കിയെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഹോട്ടൽ വ്യവസായം അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രൂക്ഷമായ വിലവർധന, ഗ്യാസിൻ്റെ വില വർധന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കൂടെ ഹോട്ടൽ വ്യവസായത്തിനാകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഗ്യാസിന് ഏകദേശം ഒരു 1800 രൂപ 2000 രൂപയോളം വില കൂടിയിട്ടുണ്ട് ഒരു കുറ്റി ഗ്യാസിന്. അതിനുശേഷം ഒരു 300-350 രൂപയാണ് ഇതിന് വില കുറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഒരു 1700 രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസിന് വില കൂടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പ്ലസ് നമ്മുടെ ഈ പച്ചക്കറി പലചരക്ക് വില വർധനവ്. പല ഇടത്തരം ഹോട്ടലുകളും നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിലക്കയറ്റത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ ഹോട്ടൽ അടച്ചിട്ട മറ്റു തൊഴിലുകൾ നോക്കേണ്ട ഗതിയിലാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിൽ തന്നെയാണ് നമ്മുടെ വ്യവസായം നടത്തുന്നത്. വൈകിട്ടാവുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, കടം പറയും. അതിങ്ങനെ കടം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. ഹോട്ടൽ വ്യവസായത്തിന് സബ്സിഡി നൽകാൻ കഴിയുമെങ്കിൽ വലിയ സഹായകരമാകുമെന്നും അല്ലെങ്കിൽ ഇടത്തരം ഹോട്ടൽ മേഖല തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയുണ്ടെന്നും ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുകയാണ്. വിലക്കയറ്റം കാരണം സാധാരണക്കാരെ പോലെ ദുരിതത്തിലായിരിക്കുകയാണ് തൃശ്ശൂരിലെ ഹോട്ടൽ മേഖലയിലുള്ളവരും. അമൃത ന്യൂസ്, തൃശ്ശൂർ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നേട്ടത്തിലായിരിക്കും ഇന്നും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ആഗോള ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും ആഭ്യന്തര തലത്തിലും വിപണിക്ക് പ്രോത്സാഹനമായ ഒട്ടേറെ ഘടകങ്ങൾ നിലനിൽക്കുന്നതുമാണ് ഇപ്പോൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗം, പ്രത്യേകിച്ചും രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ മുൻനിര ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം തുടരാനുള്ള സാധ്യതയുമുണ്ട്. വിദേശനിക്ഷേപ സ്ഥാപനങ്ങളുടെ മികച്ച നിക്ഷേപ താല്പര്യമൊന്ന് മാത്രമേ ഇനി മുൻനിര ഓഹരികളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. ആ ഒരു രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ മുൻനിര ഓഹരികളിൽ നടക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ കുറേ എങ്കിലും
അനുകൂലമായ നിലപാടായിരുന്നു. എന്നാൽ ഇന്നലെ നേരിയ വിൽപ്പനയിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ വിപണിയിലൂടെ അനുകൂലമായി ഇടപെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി 24,800 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായ ഒരു നേട്ടം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറിച്ചാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നലെ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം പുറത്തു വന്നിരുന്നു. അതിന് തീരുമാനം പുറത്തു വന്നിരുന്നു. നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വിപണി പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്വാധീനമൊന്നും വിപണിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല വരും ദിവസങ്ങളിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും റിസർവ് ബാങ്കിന്റെ സൂചന പ്രകാരം പണപ്പെരുപ്പവും ഒപ്പം തന്നെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന നീക്കവും അടുത്ത ഒരു മീറ്റിംഗിൽ ഏതെങ്കിലും തരത്തിൽ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിൽ കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ നിർണായകം തന്നെയായിരിക്കും. ഇന്നെന്തായാലും ഇന്നലത്തെ നിന്നും നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീധരി. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷമായ മൈജി ഓണം മാസ് ഓണം സീസൺ 4 ആരംഭിച്ചു. ഓണം ഷോപ്പിംഗിന്റെ ഭാഗമായി 30 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ ഉപഭോക്താവിന്റെ കൈകളിലെത്തും. 2,500 കോടി രൂപയുടെ വിറ്റുവരവാണ് ഓണം വിപണിയിലൂടെ മൈജി ലക്ഷ്യമിടുന്നത്. ശരി, എന്താണ് കാലാവസ്ഥ? ഇതെന്താ മൈജി ഓണത്തിന് മാംഗ്ലൂർ ബീറ്റ്? ഓണപ്പ ദേശീയോത്സവമാണല്ലോ, നമ്മളിപ്പോ അവിടെ ഉണ്ടല്ലോ. ഈ സാല ഓണം നമ്മുടെ ഓണം നമ്മുടെ தம்பி கீழே இருங்கப்பா. Every time I wanna see you, my girl. Hey, I wanna kill it. Hey, but we can't eat. Offer it again, carry. But tumbe pare. One thing jump through the verte. Two bottle puli kali devane. എന്താ ഓണം സ്പെഷ്യൽ? പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1,00,000 രൂപ വീതം 100 പേർക്ക് ബമ്പർ സമ്മാനമായി BMW കാർ. അങ്ങനെ 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം. രണ്ടിലും പരിമശിയും ആടകൾ തോടകൾ മാലകളും തങ്കച്ചേലിൽ പത്തും ചുറ്റി മംഗമരാടുവൻ വന്നണഞ്ഞു മംഗമരാടുവൻ വന്നണഞ്ഞു.
ചരിത്രസാക്ഷിയായി കാസർഗോട്ടെ ക്ഷേത്ര മതിലകത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീരങ്കികൾ. ദേലമ്പാടി അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് പീരങ്കിയുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഉപേക്ഷിച്ച പീരങ്കിയാണ് ക്ഷേത്രത്തിലുള്ളത്. ഒരു കാലഘട്ടത്തിലെ പടയോട്ടത്തിന്റെ ചരിത്രശേഷിപ്പാണ് വിസ്മയക്കാഴ്ചയായി അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കാണുന്ന 2 പീരങ്കികൾ. ടിപ്പു സുൽത്താൻ തന്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രം ആക്രമിക്കാനെത്തിയെന്നും എന്നാൽ ഇവിടുത്തെ നന്ദിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ് പിൻവാങ്ങിയെന്നുമാണ് വിശ്വാസികൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന പുല്ല് കൊണ്ടുവരും, ആ പുല്ല് നന്ദിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരു ചുറ്റ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഈ പുല്ല് മൊത്തം തിന്ന് തീർക്കണം, അല്ലെങ്കിൽ ഞാൻ മൊത്തം കൊള്ളയടിക്കും എന്നും പറഞ്ഞിട്ട് അവൻ ആ പുല്ല് നന്ദിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് പ്രദക്ഷിണം വന്നു. ആ പ്രദക്ഷിണം വരുമ്പോഴത്തേക്ക് ഇവൻ കണ്ട കാഴ്ച, ചാണകം ഇങ്ങനെ അവിടെ വീണ് കിടക്കുകയും ആ ചാണകത്തിന് ഇങ്ങനെ ആവി പറക്കുന്നതുമായിട്ട് അതിനുള്ള ദൃശ്യമാണ് ഈ ടിപ്പു സുൽത്താൻ കാണുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ ഉടനെ അതിന് ആൾക്കാരൊക്കെ മാറ്റി എല്ലാവരും പുറത്ത് പോകാൻ പറഞ്ഞു. അവരോട് പുറത്ത് പോയി അങ്ങനെ അത് നിർത്തി. അപ്പോൾ നന്ദിനൊന്നും ചെയ്തില്ല. രണ്ട് പീരങ്കികളും സങ്കരലോഹത്തിൽ നിർമ്മിച്ചവയാണ്. പീരങ്കികൾ ഒന്നിന് 96 സെന്റിമീറ്ററും മറ്റൊന്നിന് 90 സെന്റിമീറ്ററും നീളമുണ്ട്. ചക്രങ്ങളിൽ ഉറപ്പിക്കാൻ പാകത്തിൽ പീരങ്കികളുടെ 2 ഭാഗത്തും പിടികളുണ്ട്. 3 നിലകളിലായുള്ള ക്ഷേത്ര നിർമ്മിതി, സത്യക്കല്ല് എന്നിവ കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും പ്രശസ്തമായ അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം തുറന്നുകാട്ടുന്നതാണ് ഉപേക്ഷിച്ച പീരങ്കികളെന്ന് ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. ഈ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ സംരക്ഷിക്കുന്ന വലിയൊരു കാര്യമാണ്. ഇവിടെ തന്നെ അടൂർ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ലിഖിതമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല തെളിവുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രവുമായി ഒത്തുപോകുന്ന ഒരു അമ്പലം കൂടിയാണ് അടൂരിലെ മഹാലിംഗേശ്വര ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ തീതുപ്പിയ പീരങ്കികൾ സംരക്ഷിച്ചു വരുന്നത് ചരിത്രബോധത്തിന്റെ തെളിവാണ്. ചരിത്ര പഠിതാക്കൾക്ക് ഇത് അമൂല്യ കാഴ്ചയും. അമൃത ന്യൂസ്, കാസർഗോഡ്. മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകയായി കോഴിക്കോട് മുക്കം പൂളപ്പൊയിൽ ഗ്രാമം. പ്രദേശത്തുകാരിയായ സുമതിയുടെ അന്ത്യയാത്രയ്ക്ക് കുഴിമാടമൊരുക്കാൻ കനത്ത മഴ വില്ലനായപ്പോൾ പൂളപ്പൊയിൽ ഖബറിസ്ഥാനിൽ സൗജന്യമായി ഖബർ ഒരുക്കുന്ന സഹോദരൻ രംഗത്തെത്തിയത് വേറിട്ട കാഴ്ചയായി. പരിസരത്തെ വീടുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുമതിക്ക് വേണ്ടി ഒരു നാട് ഒന്നിച്ച നിമിഷമായിരുന്നു അത്. കടുത്ത രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് 55-കാരിയായ സുമതിയുടെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലെത്തിച്ചെങ്കിലും കനത്ത മഴ കാരണം സംസ്കാര ചടങ്ങുകൾക്ക് മണ്ണൊരുക്കാൻ ആളെ ലഭിക്കാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രയാസത്തിലായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ പ്രദേശത്ത് സേവനരംഗത്ത് സജീവമായ പൂളപ്പൊയിൽ ഖബർസ്ഥാനിൽ സൗജന്യമായി ഖബറൊരുക്കുന്ന ഹുസൈൻ പൂലേരി, ആഷിഖ് തഹാനി, AM യൂസഫ്, ഹാഷിർ എന്നിവരും അയൽവാസികളായ PK ഷംസു, മൻസൂർ എന്നിവരും സ്ഥലത്തെത്തുകയായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ രാത്രി 7:30 ആരംഭിച്ച കുഴിമാടമൊരുക്കൽ കനത്ത മഴയെയും ചെളിയെയും അവഗണിച്ച് രാത്രി 11:30 വരെ നീണ്ടു. ഹിന്ദു ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും മടങ്ങിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ കുട്ടികളാണെങ്കിൽ മുഖം മിനുക്കാനായി തിരിച്ച് ഗുഡ്സ് ഓട്ടോകളുടെ കണ്ണാടി അങ്ങ് കേടാകുന്നത് പതിവായി. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കായിട്ട് മുഖം മിനുക്കാനായിട്ട് കണ്ണാടി അങ്ങ് സ്ഥാപിച്ച ഓട്ടോ ഡ്രൈവർമാർ ശ്രദ്ധേയരായി. പക്ഷേ ഒരു ലിപ്സ്റ്റിക് വേണമെന്നായിരുന്നു പിന്നെ അവരുടെ ആവശ്യം. അപ്പോൾ അതും ഒരുക്കി നൽകി. കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളിലേക്ക്. കാലം മാറി. ജെൻസി പിള്ളേരോട് വാക്കേറ്റത്തിനോ കയ്യേറ്റത്തിനോ ഇല്ല. പുതിയ കാലത്ത് പുതിയ ഭാഷയിൽ വേണം പുതുതലമുറയോട് സംസാരിക്കാൻ. ഇത് തിരിച്ചറിഞ്ഞാണ് താമരശ്ശേരി കോരങ്ങാട് IHRD കോളേജിനോട് ചേർന്ന ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം വിദ്യാർത്ഥിനികൾക്കായി ഡ്രൈവർമാർ കണ്ണാടി സ്ഥാപിച്ചത്. IHRD കോളേജിന് പുറമെ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെല്ലാം പ്രദേശത്തുണ്ട്. ഗുഡ്സ് സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന ഓട്ടോകളുടെ കണ്ണാടി പതിവായി തിരിച്ച് വിദ്യാർത്ഥികൾ മുഖം മിനുക്കുന്നത് കാരണം കണ്ണാടി കേടാകൽ പതിവായി. ഇതിനൊരു പോംവഴി എന്ന നിലയ്ക്കാണ് സമീപം വലിയൊരു കണ്ണാടി തന്നെ ഡ്രൈവർമാർ ഒത്തൊരുമിച്ച് സ്ഥാപിച്ചത്. കണ്ണാടി സ്ഥാപിച്ചപ്പോൾ കുട്ടികൾക്ക് മറ്റൊരാഗ്രഹം, ലിപ്സ്റ്റിക് കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. നാട്ടുകാരിവിടെ കണ്ണാടി വെച്ചതിൽ കാര്യം ഉണ്ടായിരിക്കുന്നത് എല്ലാം ഇതിന്റെ മുമ്പിലാണ്. ഇതുപോലത്തെ നന്മകൾ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നന്മമാരാവുക. എന്താ പറയാനുള്ളത്?
എന്ത് കുറച്ച് ലിപ്സ്റ്റിക് കൂടിയോ? അപ്പൊ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്. ആ ആഗ്രഹവും ചേട്ടന്മാർ സാധിച്ചു കൊടുത്തു. ഇപ്പോൾ വാഹനങ്ങളുടെ കണ്ണാടിക്കും പ്രശ്നമില്ല, വിദ്യാർത്ഥികൾക്കും പ്രശ്നമില്ല. എല്ലാവരും ഹാപ്പി എന്ന് ഡ്രൈവർമാർ. സ്റ്റാൻഡിലുള്ള കണ്ണാടികൾ, വണ്ടിന്റെ കണ്ണാടികൾ മൊത്തം തിരിച്ചുങ്ങാണ്ട് ഓരോരോ സൗന്ദര്യം നോക്കലാണ്, മുടി നോക്കലും ലിപ്സ്റ്റിക്കുകളിലൊക്കെയാണ്. ഇപ്പൊ കണ്ണാടി പൊട്ടിപ്പോകുക. അത് കണ്ണാടിക്ക് 500, 300, 1000 വരെ വിലയുള്ള കണ്ണാടികളുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്നതിനൊക്കെ ഞങ്ങൾ വെച്ചാണ് കണ്ണാടിയാണ്. അവർക്ക് ലിപ്സ്റ്റിക്ക് ഇടാനും പിന്നെ മുടി നോക്കാനൊക്കെ ആയിട്ട് അവരുടെ സൗകര്യത്തിന് ഞങ്ങൾ ഒരു കണ്ണാടി വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തത് അവരെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഈ കണ്ണാടി ഞങ്ങളിവിടെ വെച്ചിട്ട് ഞങ്ങളെ കണ്ണാടി തിരിക്കരുത് എന്നുള്ളത് കുട്ടികളെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് വലിയ റീച്ചായി, അതെല്ലാവരും ഏറ്റെടുത്ത്. 25 ലക്ഷത്തോളം പേർ ഇൻസ്റ്റഗ്രാമിൽ കണ്ണാടി സ്ഥാപിച്ച ഈ വീഡിയോ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ കുട്ടികളുടെ മനസ്സറിഞ്ഞ് നാടോടിയപ്പോൾ നടുവേ ഓടിയ ഒരു പറ്റം ചേട്ടന്മാർക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.